പരാജിതരാണ്. അവന്റെ ഓരോ രക്തബിന്ദുക്കളിലും ഉയർത്തെഴുന്നേൽക്കുന്നത് 1000 ദാരികന്മാരാണ്. അങ്ങനെ ഒരുവന്റെ അന്ത്യം ഞങ്ങൾക്ക് സാധ്യമോ? ബ്രഹ്മദേവന്റെ വരദാനത്തിൽ അങ്ങനെയും വന്നു. അത് നാം അറിയില്ല. ഇനി ഒന്നേ ഉള്ളൂ പോംവഴി. എന്താണത്? അവളെത്തണം. ആരാണവൾ? എന്റെ പുത്രി. അവളെത്തണം. എത്തുമവൾ. ഭദ്രേ, മഹാകാളി. അറിയിക്കൂ പിതാവേ, കൽപ്പിച്ച് വിളിച്ചത് എന്തിനാണ്? ഭദ്രേ, നിനക്ക് അനുഷ്ഠിക്കാനുണ്ടൊരു കർമ്മം. പ്രപഞ്ചത്തിന്റെ രക്ഷയ്ക്കായ ഒരു കർമ്മം. നിനക്ക് മാത്രം സാധ്യമായ ഒരു കർമ്മം. പിതാവിന്റെ അനുജ്ഞ, പിതാവിന്റെ അനുഗ്രഹം, അല്ലാതെ എന്ത് വേണം ഇവൾക്കത് സാധ്യമാക്കാൻ? നിന്റെ ജന്മകർമ്മം രക്ഷയാക ഭംഗമായിരുന്നില്ല. ഇതാണ് നിന്റെ ജന്മലക്ഷ്യം. ആജ്ഞാപിക്കാം പിതാവേ. ധാരികവധം, അതാണ് നിന്റെ കർമ്മം. ഉടൻ ഗമിക്കണം ധാരികപുരിയിലേക്ക്. വേതാളമേ, അനുഗമിക്കുവിള്. നിന്റെ ജന്മത്തിന്റെ കർമ്മവും സഫലമാകട്ടെ. നിഷ്ഫലമായതൊന്നും നിർമ്മിക്കാറില്ലല്ലോ മഹാദേവൻ. അകമ്പടിക്കായി ചണ്ടമുണ്ട ചാമുണ്ടികളെ കൂട്ടാൻ വരും. പുറപ്പെടും മുമ്പ് ഒന്നോർക്കും, ദേവാദിദേവന്മാരെ പരാജയപ്പെടുത്തിയവനാണത്. ത്രിമൂർത്തികൾക്കും അപ്രാപ്തനായ ധാരിക സപ്തമാതൃശക്തികളെയും പരാജയമോടെ മടക്കി. മകളെ, നീ മടങ്ങി വരുമ്പോൾ നിന്റെ കരത്തിൽ അവന്റെ ശിരസുണ്ടാവും. ഗമിക്കാം ഇനി ശ്രീഭദ്രകാളിക്ക്. കേൾക്കുന്നില്ല ഒരു പോർവിളി? അതവർ തന്നെയായിരിക്കും. തോറ്റോടിയ ഭീരുക്കൾ. നാണമില്ലാത്ത പരീക്ഷകൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. മരണം എരന്നു വാങ്ങാൻ. കേൾക്കുന്നില്ലേ? മതിയാക്കുന്നതിന്റെ നിലവിളി. ഒളിച്ചോടിയവൾ അവരല്ല ഇവൾ. ഇവൾ ഭയന്നോടുന്നവളുമല്ല. അവളല്ല. പക്ഷെ നീ പെണ്ണ് തന്നെയല്ലേ? പെണ്ണാണ് നിന്റെ അന്തക. അതും അന്തക. ഭദ്രന്റെ തനുജ, രൗദ്രത്തിന്റെ ദേവത. ഈ ദാരുകൻ പൗരുഷത്തിന്റെ പ്രതാപനാണ്. അല്ല, നീ ദുഷ്ടതയുടെ പ്രതീകമാണ്. ദുഷ്ടതയ്ക്ക് അറുതി വരുത്താനുള്ള അവതാരമാണ് ഈ ശ്രീഭദ്ര. ഇന്ദ്രചന്ദ്ര സൂര്യ വരുണനും വാഹിനി യമൻ വിഷ്ണുക്കൾക്കും സാധ്യമാകാത്തതിന് കേവലം ഒരു പെണ്ണിന് വ്യാമോഹം കഴിയുമോ നിനക്കതിന്? കഴിയും. ഇന്ന് നിന്റെ കഥ കഴിക്കും ഞാൻ. ഓം ശ്രീ ബ്രഹ്മദേവോ, ഓം ശ്രീ ബ്രഹ്മദേവോ, ഓം ശ്രീ ബ്രഹ്മദേവോ. തടുക്ക്. സമർത്ഥയാണെങ്കിൽ ഈ ബ്രഹ്മായുധത്തെ. ബ്രഹ്മദണ്ഡാണല്ലോ. എതിർക്കുന്നത് ബുദ്ധിയല്ല. തൽക്കാലം അകന്നു നിൽക്കാം. ഞാൻ ഭയന്നോടി പോന്നതാണെന്ന്. പക്ഷേ ബ്രഹ്മദണ്ഡിനെ മാനിച്ചു പോന്നതാണെന്ന് അവൻ അറിയില്ലല്ലോ. ബ്രഹ്മദണ്ഡിന്റെ പ്രഹരശക്തിയുടെ സമയം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി അവൻ പോരട്ടെ. വഞ്ചകി, കവർച്ച നടത്തിയിട്ട് ഇവിടെ വന്ന് ഒളിച്ചിരിപ്പാണോ? കവർച്ച ചെയ്യാൻ വന്നവളല്ല മഹേശപുത്രി. നിന്റെ തല കൊയ്തു പോകാൻ വന്നവളാണ് ഈ ശ്രീഭദ്രകാളി. എന്റെ തലയെടുക്കാൻ വന്നവളാണോ നീ? ഇനി നീ മടങ്ങി പോകുന്നത് നിന്റെ തലയില്ലാതെ ആയിരിക്കും. അതിന് കരുത്തുള്ളവനാണ് ധാരിക നീയെങ്കിൽ നടന്നു വാ പോരിന്.
കണ്ടില്ലേ നീ എന്റെ രക്തത്തുള്ളികളിൽ നിന്നും ഉയർക്കൊള്ളുന്ന ദാരുകന്മാരെ? കൊല്ലാമെങ്കിൽ കൊന്നോ പെണ്ണേ.